ലോകത്തിന്റെ നയതന്ത്ര ഭൂപടത്തിൽ ഒരു സുപ്രധാന മധ്യസ്ഥനായി മാറാനുള്ള പാകിസ്ഥാന്റെ അതിമോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ നടന്ന സംഭവങ്ങൾ. 2026 ഏപ്രിൽ 10 മുതൽ 12 വരെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള അതീവ സുപ്രധാനമായ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ തെരഞ്ഞെടുത്തത് തലസ്ഥാനത്തെ ഏറ്റവും ആഡംബരപൂർണമായ സെറീന ഹോട്ടലായിരുന്നു. എന്നാൽ നയതന്ത്ര വിജയങ്ങൾ ആഘോഷിക്കേണ്ട വേളയിൽ ഹോട്ടൽ ബില്ലുകൾ പോലും അടയ്ക്കാൻ കഴിയാതെ പാകിസ്ഥാൻ സർക്കാർ ലോകത്തിനു മുന്നിൽ അപഹാസ്യരായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചർച്ചകളുടെ തിളക്കം കെടുത്തിക്കൊണ്ട് പുറത്തുവന്ന ഈ വാർത്ത പാകിസ്ഥാന്റെ ഭരണപരമായ പരാജയത്തെയും സാമ്പത്തിക തകർച്ചയുമാണ് വിളിച്ചോതുന്നത്. ഒരു രാജ്യം തങ്ങളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ചെറിയ വീഴ്ചകൾ എങ്ങനെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഒരു സമാധാന ദൂതനായി വേഷമിടാനാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും ശ്രമിച്ചത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയ്ക്ക് അറുതി വരുത്താൻ ഇസ്ലാമാബാദിൽ നടന്ന ഈ കൂടിക്കാഴ്ചകൾ വലിയ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിച്ചിരുന്നത്. എന്നാൽ ചർച്ചകൾ പൂർത്തിയായി പ്രതിനിധികൾ മടങ്ങിയതിന് പിന്നാലെ ഹോട്ടൽ ചെലവുകൾ വഹിക്കാൻ പാകിസ്ഥാൻ ട്രഷറിക്ക് സാധിച്ചില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കിന്റെ ഉടമസ്ഥതയിലുള്ള സെറീന ഹോട്ടൽ അധികൃതർ ബില്ലിനായി സർക്കാരിനെ സമീപിച്ചെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം പണം നൽകാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. ഒടുവിൽ ഹോട്ടൽ ഉടമ തന്നെ നേരിട്ടിടപെട്ട് ഈ തുക തീർപ്പാക്കേണ്ടി വന്നുവെന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര രംഗത്തെ പാകിസ്ഥാന്റെ ഈ പരാജയം കേവലം ഒരു ഹോട്ടൽ ബില്ലിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ആഴത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രതിഫലനമാണിത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യം തങ്ങളുടെ വിദേശ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന വൈരുദ്ധ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. 7 മുതൽ 9% വരെ പണപ്പെരുപ്പം നേരിടുന്ന പാകിസ്ഥാനിൽ ദൈനംദിന ഭരണ ചെലവുകൾ പോലും താളം തെറ്റിയ നിലയിലാണ്. ഒരു വശത്ത് തങ്ങൾ പ്രാദേശിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഒരു രാജ്യാന്തര പരിപാടി നടത്താനുള്ള അടിസ്ഥാന സാമ്പത്തിക ഭദ്രത പോലും തങ്ങൾക്കില്ലെന്ന് പാകിസ്ഥാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. ബഹുമുഖ നയതന്ത്രത്തിൽ വിശ്വസ്തതയും കാര്യക്ഷമതയും പ്രധാനമാണ് എന്നിരിക്കെ ഇത്തരം സംഭവങ്ങൾ പാകിസ്ഥാന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകൾ നടക്കുമ്പോൾ പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളും ആഗോള ശക്തികളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷിയെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ഒരു നയതന്ത്ര മധ്യസ്ഥൻ എന്ന നിലയിൽ നിഷ്പക്ഷത പോലെ തന്നെ പ്രധാനമാണ് ആതിഥേയത്വം വഹിക്കാനുള്ള ശേഷിയും. തൻ്റെ അയൽക്കാരൻ്റെ തർക്കം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ സ്വന്തം വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അത് അയാളുടെ വാക്കുകൾക്കുള്ള വില കുറയ്ക്കും എന്നതുപോലെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലെ ഈ സംഭവം വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതുപോലെ നയതന്ത്ര വൃത്തങ്ങളിലും വലിയ പരിഹാസങ്ങൾക്ക് വഴിമരുന്നിടും എന്നുറപ്പാണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ ദീർഘവീക്ഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങളും അമിതമായ കടബാധ്യതകളും കാണാൻ സാധിക്കും. IMF മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ വ്യവസ്ഥകൾ പാലിക്കാൻ പാടുപെടുന്നതിനിടയിൽ ആഡംബരപൂർണമായ ഇത്തരം ചർച്ചകൾക്ക് വേദിയൊരുക്കിയത് തന്നെ വലിയൊരു പരാജയമായിരുന്നു എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന്റെ കീഴിലുള്ള പല വകുപ്പുകളും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും ഇവിടെ പ്രകടമാണ്. വിദേശകാര്യ മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പോരായ്മയാവാം ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. എന്നാൽ കാരണം എന്തുതന്നെയായാലും അതിൻ്റെ ആത്യന്തികമായ ഫലം രാഷ്ട്രത്തിൻ്റെ അന്തസ്സിനേറ്റ മുറിവാണ്. ഈ സംഭവം പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. വിദേശകാര്യ നയത്തിൽ വൻ വിജയം നേടിയെന്ന് അവകാശപ്പെട്ടിരുന്ന ഭരണകൂടത്തിന് ഈ ബില്ല് വിവാദം വലിയൊരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഇത്തരം ചർച്ചകൾ നടത്തിയിട്ടും അതിൻ്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നാണ് വിമർശനം. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കിടയിൽ ഇത്തരം നയതന്ത്ര പ്രഹസനങ്ങൾ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് വേദിയൊരുക്കിയതിലൂടെ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ഒരു ഹോട്ടൽ ബില്ലിൻ്റെ പേരിൽ ആ പ്രാധാന്യം ഇല്ലാതായിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രതിനിധികൾ താമസിച്ച ഹോട്ടലിലെ ബില്ലുകൾ ഉടമയ്ക്ക് തന്നെ നൽകേണ്ടി വന്നു എന്ന വാർത്ത അവരുടെ ഇടയിൽ പാകിസ്ഥാനെക്കുറിച്ച് എന്ത് തരത്തിലുള്ള മതിപ്പാണ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭാവിയിൽ ഏതെങ്കിലും രാജ്യം പാകിസ്ഥാനെ ഒരു മധ്യസ്ഥനായി സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നതും സംശയകരമാണ്. സെറീന ഹോട്ടൽ ഉടമ നേരിട്ടിടപെട്ടത് ഹോട്ടലിൻ്റെ സൽപ്പേരിനെ ബാധിക്കാതിരിക്കാനാണെങ്കിലും അത് പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ്. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്ക് പോലെയുള്ള ഒരു വലിയ സംഘടനയ്ക്ക് മുന്നിൽ
സർക്കാർ യാചിക്കേണ്ടി വരുന്ന അവസ്ഥ ദയനീയമാണ്. ഇത് കേവലം ഒരു പണമിടപാടിലെ വീഴ്ച മാത്രമല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന അടിത്തറയുടെ അടയാളമാണ്. ബുദ്ധിമുട്ടേറിയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ പോലും അന്താരാഷ്ട്ര തലത്തിലുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിലാണ് ഒരു രാജ്യത്തിൻ്റെ മാന്യത അടങ്ങിയിരിക്കുന്നത്. ഈ സംഭവം ലോകരാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യത്തിന് ലോകകാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ആന്തരികമായ കരുത്തും സാമ്പത്തിക സ്ഥിരതയും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ വിദേശ നയത്തിന് അർത്ഥമുണ്ടാകൂ. പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ട ഈ അപമാനം വരും വർഷങ്ങളിൽ അവരുടെ നയതന്ത്ര ചർച്ചകളെയും സഖ്യരൂപീകരണങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു സമാധാന ചർച്ചയുടെ വിജയം എന്നത് അതിലെ തീരുമാനങ്ങളിൽ മാത്രമല്ല, അതെത്രത്തോളം അന്തസ്സോടെയാണ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നതിലും അടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിലെ ഈ സംഭവം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര നാണക്കേടുകളിൽ ഒന്നായി മാറും. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണപരമായ കെടുകാര്യസ്ഥതയും ഇത്രമേൽ പരസ്യമായി പ്രകടമായ മറ്റൊരു അവസരം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. നയതന്ത്രത്തിൻ്റെ വലിയ ലോകത്ത് പാകിസ്ഥാന് ഇനി തങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വന്തം ബില്ലുകൾ അടയ്ക്കാൻ പോലും കഴിയാത്ത ഒരു രാജ്യം ലോക സമാധാനം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് എത്രമാത്രം യുക്തിസഹമാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ മുഴങ്ങുന്നത്. പാകിസ്ഥാന്റെ ഭാവി നയതന്ത്ര തർക്കങ്ങളിൽ ഈ സംഭവം ഒരു കറുത്ത പാടായി എന്നും നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. സ്വന്തം വീട് നേരെയാക്കാതെ അയൽക്കാരൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാഠം പാകിസ്ഥാൻ എങ്ങനെ ഉൾക്കൊള്ളും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭാവിയിലെ നിലനിൽപ്പ്. നയതന്ത്ര വിജയങ്ങൾ ആഘോഷിക്കുന്നതിന് മുമ്പ് അത് നടപ്പിലാക്കാനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.